പല ആളുകളും നെഞ്ചത്തടിച്ച് കാഴ്ച കാണാൻ പോലും വയ്യാത്ത രൂപത്തിൽ ഇങ്ങനെ കരയുന്നത് വരിഞ്ഞു കെട്ടിയതാണെങ്കിലും ബഹുമാനപ്പെട്ട സൈനബ ബീബി ഒക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. റോഡിന്റെ സൈഡിൽ കൈകാലുകളൊക്കെ ബന്ധനത്തിലാണല്ലോ ഉള്ളത്. അപ്പൊ ഈ കരച്ചിൽ കണ്ടപ്പം ബഹുമാനപ്പെട്ട ബീബി വിളിച്ചു, കൂഫക്കാരെ കരയല്ല, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അങ്ങനെയൊക്കെ നെഞ്ചത്തടിച്ച് കരഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറാരോഗം പിടിപെടും. കരയല്ല നിങ്ങളൊക്കെ ഈ കാണുന്ന ഈ മൃഗങ്ങളുടെ പിന്നിൽ അണിചേർന്ന് പൊട്ടിച്ചിരിക്കുകയാ വേണ്ടത്. ലജ്ജയില്ലാത്ത വർഗമേ, അതാ വേണ്ടത്. 100 കണക്കിന് കത്തുകൾ എഴുതി എന്റെ സഹോദരനെ ഈ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ പേരെഴുതി പേടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഓരോരുത്തരും തിരിഞ്ഞു നോക്കാനുണ്ടായില്ല. ഈ കാണുന്ന ചെന്നായ്ക്കളെ മുമ്പിൽ വലിച്ചെറിഞ്ഞു കൊടുത്ത് എന്നിട്ടിപ്പൊ മാറത്തടിച്ച് നിലവിളിക്കുന്നില്ലേ, അരുത്, നിങ്ങളൊക്കെ പൊട്ടിച്ചിരിക്കാ വേണ്ടത് എന്നൊക്കെ ബീബി ഇങ്ങനെ ഒരു വല്ലാത്ത രൂപത്തിൽ ബന്ധനത്തിൽ നിന്നിങ്ങനെ വിളിച്ചു പറയുമ്പോ ചില പൊട്ടന്മാരൊക്കെ ചിന്തിച്ച്, ശരിയല്ലേ ആ പറയുന്നത്? അത് ശരിയല്ലേ, നെഞ്ചത്തടിക്കുന്നത് കൊണ്ട് ഒരു ഫലവും ഇല്ലല്ലോ, നമ്മളൊക്കെ കത്തെഴുതിയതല്ലേ, ക്ഷണിച്ചതല്ലേ, എന്നിട്ട് ഇപ്പൊ കാണിച്ചത് ഈ വർഗത്തിന് വിട്ടുകൊടുത്ത് കാട്ടിക്കൂട്ടിയ തമ്മാടിത്തരങ്ങൾ എന്നുള്ള അവസ്ഥയിൽ ചില ആളുകളൊക്കെ അറിയാതെ കൈയൊക്കെ താഴ്ന്നു പോകുന്നുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇവര് പ്രകടനമായിട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട സൈനബ ബീബി അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ശിരസ് കുന്തത്തിൽ കുത്തിപ്പിടിച്ചിട്ടുണ്ടല്ലോ, ശരീരമാണെങ്കിൽ അത് അവിടെ കിടക്കുക, തലയാണല്ലോ എടുത്ത് കുന്തത്തിൽ പിടിച്ച് മുന്നിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചത്. ആ ശരീരം കൂടി ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ നിങ്ങൾ എടുത്തു വെച്ച് തന്നാൽ എവിടെയെങ്കിലും എത്തി ഞങ്ങൾക്കത് മറമാടാനുള്ള ഒരു അവസരമെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ ബീബി പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവഗണിച്ച് ഇവരിപ്പോ ഈ രൂപത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ എവിടെ എത്തി? ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് എത്തി. ഇബ്നു സിയാദൊക്കെ വളരെ ചിരി കുറഞ്ഞ മനുഷ്യനാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഒരു വല്ലാത്തൊരു കോലുള്ളവനാന്ന്. ചിരിക്കാന്നൊന്നും പറഞ്ഞവന് ഇഷ്ടം തന്നെ അല്ല. ചിരി തന്നെ ഇഷ്ടല്ല, എപ്പോഴും ഇതാ അങ്ങനത്തെ ഇവനൊക്കെ അതാ എന്ത് ചിരി. ഈ ചിരിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ജാതി ചിരിയും ചിരിച്ചിട്ടാ ഓടിങ്ങോട്ട് വരിക സ്വീകരിക്കാൻ. അംറിനെയും സമറിനെയും കെട്ടിപ്പുണർന്നു. അപ്പോഴേക്കും ഒരു സ്റ്റേജ് റെഡിയായിട്ടുണ്ട്. എന്നിട്ട് അംറിനെയും സമറിനെയും കൂടി കൊണ്ടുപോയി സ്റ്റേജിൽ 2 സീറ്റിൽ അങ്ങോട്ട് ഇരുത്തി. കൊണ്ടുവന്ന 2 തലകൾ ഇവൻ ഇങ്ങോട്ട് സ്വീകരിച്ചു. മേശപ്പുറത്ത് അങ്ങോട്ട് വെച്ചു. ഒരു മേശപ്പുറത്ത് സ്റ്റേജിൽ അതും വെച്ചു. 100 കണക്കിന് ഗുണ്ടകൾ മുമ്പിൽ. ഒന്നും പ്രതികരിക്കാൻ കഴിയില്ലാത്ത കൂഫക്കാരായ 1000 ആളുകൾ തൊട്ടപ്പുറത്ത് എല്ലാം കണ്ടിങ്ങനെ അന്തം വിട്ടിട്ടു. അങ്ങനെ ഈ ശിരസ് മുമ്പിൽ അങ്ങോട്ട് വെച്ച് അഹ്ലു ബൈത്തിനെ ഒട്ടകപ്പുറത്ത് നിന്ന് കെട്ടയച്ച് താഴ്ഭാഗത്തേക്ക് ബന്ധനമുക്തമാക്കി ഇറക്കി വെച്ചു. എന്നിട്ട് സൈഡിൽ ഒരു ഭാഗത്ത് അവിടെ നിർത്തി. ഇബ്നു സിയാദിന്റെ ഒരു വല്ലാത്തൊരു സന്തോഷമുള്ള പ്രസംഗം അവിടെ നടക്കുക. ഇവന്റെ പ്രസംഗത്തിൽ ഇവൻ സൂചിപ്പിച്ചു, നിങ്ങൾ ചെയ്ത ഈ കൃത്യത്തിന് എങ്ങനെ നിങ്ങളോട് പ്രതികരിക്കണം എന്ന് വാക്കുകളില്ല. അത്രക്കും വലിയ ഒരു കാര്യമാണ് നിങ്ങൾ ഈ നിർവഹിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഖലീഫക്കൊക്കെ ഉള്ള സന്തോഷം ഇപ്പൊ എത്രയാന്നാ. അതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് 2 പേർക്കും അതുപോലെ തന്നെ നിങ്ങളെ അനുഗമിച്ച ഈ കൂടി നിൽക്കുന്ന അനുയായികൾക്കും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം ഇവൻ എന്ത് ചെയ്തു? ഒരു ഉദ്യോഗസ്ഥനെയോ മറ്റോ വിളിച്ചിട്ട് 2 പെട്ടി, ചെറിയ പെട്ടിയുണ്ട്, അകത്ത് റെഡിയാക്കി വെച്ചിട്ട് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അഹ്ലു ബൈത്ത് ഒരു സൈഡിൽ നിന്ന് കണ്ണുനീരൊക്കെ ഒഴുകി തീർന്നു പോയി. ഇനിയോ കണ്ണുനീരൊഴുകാനുണ്ടോ? 2 സ്ത്രീകള്, ഒരു മകൻ. അങ്ങനെ 2 പെട്ടി കൊണ്ടുവന്ന് മേശപ്പുറത്തൊരു സൈഡിൽ അവിടെ വെച്ചതിന് ശേഷം പ്രസംഗം അല്പം കൂടി പ്രസംഗിച്ചതിന് ശേഷം ഒരു പെട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് അംറിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു. 2ാമത്തെ പെട്ടി എടുത്ത് ഷമറിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു തുറക്കാൻ. അവർക്കാണ് അതിന്റെ തുറക്കാനുള്ള അനുമതി. അങ്ങനെ 2 പേരും പെട്ടി തുറന്നു നോക്കുമ്പം സ്വർണ്ണ നാണയങ്ങൾ നിറച്ചിരിക്കുക. സമ്മാനം നൽകുകയാ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളെയും മകനെയും അഹ്ലു ബൈത്തിനെയും ഛിന്ന ഭിന്നമാക്കിയതിന്റെ പ്രതിഫലം. 2 പേരും അത് വാങ്ങി ആഹ്ലാദ പുളകിതരാകുന്നു. പിന്നെ അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കും നന്നായിട്ട് കൊടുത്ത്. അവർക്ക് കൊടുത്തത് 1-ാം നമ്പർ സ്ട്രോങ് ഉള്ള സാധനം. അത് നന്നായിട്ട് അങ്ങോട്ട് കൊടുത്ത് വിളമ്പി. നല്ല കള്ള്, മദ്യം. അങ്ങനെ ഒരു വല്ലാത്ത രംഗം. ഈ സമയത്താണ് ഷഹർബാൻ ബീബി ഇതൊക്കെ കാണുകയാ. സമ്മാനം കൊടുത്തതൊക്കെ ഇവരെ മുമ്പിൽ വെച്ചാണല്ലോ. അത് സഹിക്ക വയ്യാത്ത ബീബി മെല്ലെ ഇബ്നു സിയാദിന്റെ സമീപത്തേക്ക് ഒരടി മുന്നോട്ട് വന്നു. എന്നിട്ട് ബീബി പറയാ,
ജനമങ്ങ് കൂടിയ നേരം നീ മ്ലാനനായി ശങ്കിച്ചിരുന്നതല്ലേ? ജനമാകെ നീങ്ങിയ നേരം ഈ ക്രൂരരിൽ സമ്മാനം നൽകിയില്ലേ? ജനമങ്ങ് കൂടിയ നേരം നീ മ്ലാനനായി ശങ്കിച്ചിരുന്നതല്ലേ? ജനമാകെ നീങ്ങിയ നേരം ഈ ക്രൂരരിൽ സമ്മാനം നൽകിയല്ലേ? ദുഷ്ടാനീ ഞങ്ങളെ ഉപ്പാപ്പാത്താഹെ രക്തം കുടിക്കുകില്ലേ? ദുഷ്ടാനീ ഞങ്ങളെ ഉപ്പാപ്പാത്താഹെ രക്തം കുടിക്കുകില്ലേ? രാജാതിരാജനം അല്ലാഹുവിൻ മുമ്പില്, രാജാതിരാജനം അല്ലാഹുവിൻ മുമ്പില് മുട്ട് മടക്കുകില്ലേ? മുട്ട് മടക്കുകില്ലേ? ജനമങ്ങ് കൂടിയ നേരം നീ മ്ലാനനായി ശങ്കിച്ചിരുന്നതല്ലേ? ജനമാകെ നീങ്ങിയ നേരം ഈ ക്രൂരരിൽ സമ്മാനം നൽകിയില്ലേ?